അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വർക്കുള്ള ഡേയിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യണത്. പിന്നെ ബാംഗ്ലൂരിൽ വന്ന് വർക്ക് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യണ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ സാധാ പോലെ എന്നും രാവിലെ എഴുന്നേച്ചു, എന്നിട്ട് ബെഡൊക്കെ റെഡിയാക്കി, എന്നിട്ട് പല്ല് തേക്കുകയാണ്. അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട്, സ്കിൻ കെയർ അല്ല ഫേസ് വാഷാണ് ഇപ്പം അങ്ങനെ കാണണത്, ഒക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഇങ്ങനെയല്ല പോണത്, ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരുങ്ങണതിന് മുന്നേയിട്ട് ഞാൻ സ്കിൻ കെയർ അല്ലാത്ത ഫേസ് യോഗ ചെയ്യണുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരിൻ്റെ ഹെയർ കെയറിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഹെയർ കെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം റോസ്മേരി വാട്ടർ ഹെയർ ഗ്രോത്തിന് ബെസ്റ്റാണെന്ന്. ബട്ട് റോസ്മേരിക്ക് നല്ല എക്സ്പെൻസീവാണ്. ഓൾസോ അതിൻ്റെ പ്രിപ്പറേഷൻ നല്ല ഡിഫിക്കൽട്ടുമാണ്. നമ്മുടെ ഈ ഹെപ്റ്റിക് ലൈഫിൽ അതിനൊന്നുള്ള ടൈം എന്തായാലും കിട്ടൂല. അങ്ങനെ ഐ ഫൗണ്ട് ഹെയർ പ്യൂർ റോസ്മേരി വാട്ടർ സ്പ്രേ. ഇതിപ്പോൾ ഞാൻ 2 മാസമായിട്ടോ യൂസ് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിൻ്റെ യൂസേജ് ഈസിയാണ്. നമ്മുടെ ഹെയർ ലൈന്, സ്കാൾപ്പ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ലോണം മസാജ് ചെയ്യട്ടോ. എന്നിട്ട് ഇത് വാഷ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ തലയിൽ തന്നെ വെക്കുക. ഓവർനൈറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടോ. ഹെയർ ഫാൾ ഉള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ് ആണ്. ഓൾസോ ബേബി ഹെയറിൻ്റെ ഗ്രോത്തിനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഇതിന് ലോക്ക് സിസ്റ്റം ഉണ്ട് കേട്ടോ. സോ ഇത് ലീക്ക് ആവില്ല. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ ഒക്കെ അവൈലബിൾ ആണ്, അതും വിത്ത് മിനിമൽ പ്രൈസ് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് പിന്നായിട്ടൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും കൊടുക്കട്ടോ. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അങ്ങനെ ഹെയർ കെയർ, സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മാറ്റി കെട്ടിയിട്ട് പോവാം ഓഫീസിക്ക്. അപ്പം ഇപ്പം ഞാൻ മേക്കപ്പ് ഇടുകയാണ് കേട്ടോ. മേക്കപ്പ് ഇടുക മീൻസ് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് സൺസ്ക്രീനാണ് ക്യോസ്കിന്നിൻ്റെ. ഞാൻ വീഡിയോ ചെയ്തിരുന്നല്ലോ ക്യോസ്കിന്നിൻ്റെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മസ്കാര, ഐലൈനർ ഇട്ടു. ഐലൈനർ ഞാൻ വാല് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല. കാരണം 10 hours നമ്മൾ ഓഫീസിലാവുമല്ലോ, അതുകൊണ്ട് തന്നെ കൺമശി പെരക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ചാൻസ് എന്നല്ല, എന്നും കഴിഞ്ഞ് വരുമ്പോൾ പെരക്കലാണ്. അതുകൊണ്ട് ഞാൻ വാല് മാത്രം മസ്കാര ഇടും. അതുകൊണ്ട് ഇപ്പോൾ പെരക്കലില്ല കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എന്താണ് കഴിക്കണത് എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നത് ചപ്പാത്തിയോ പൊറോട്ടയോ പോലത്തെ ഒരു സാധനമാണ്. അതിൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആലു പൊറോട്ട ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, പക്ഷേ പൊട്ടറ്റോൻ്റെ ടേസ്റ്റ് അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതെല്ലാം ഫിക്സാക്കി. എന്നിട്ട് ഞാൻ ഐസ് ക്യൂബ് തിന്നാൻ പോവുകയാണ്. എനിക്ക് വെള്ളം കുടിക്കണേക്കാളും കൂടുതൽ വെള്ളം കഴിക്കണേണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഐസ് ക്യൂബാണ് കുടിക്കുന്നതിനേക്കാൾ തിന്നൽ. നല്ല ടേസ്റ്റാണ് ഐസ് ക്യൂബിന്. ഞാൻ നിങ്ങൾക്ക് എല്ലാവരെയും എൻകറേജ് ചെയ്യുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ ലിപ്സ്റ്റിക്ക് എപ്പോഴും ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇടൽ. ശരിക്കും വർക്കിന് പോകുമ്പോൾ ഇങ്ങനെയൊന്നും മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ ഗ്രൂമിങ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണത്. അല്ലെങ്കിൽ ഏവിയേഷനിലും മേക്കപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഇടുന്ന കാര്യം ഞാൻ മറക്കും, പിന്നെ എനിക്ക് പിന്നെ ഇടാൻ വയ്ക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടണേ. പോരാത്തതിന് എനിക്ക് മേക്കപ്പ് ഇടണ ഇഷ്ടവുമാണ്. മേക്കപ്പ് മാത്രമല്ല, നല്ല ഡ്രസ്സ്, നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മളെപ്പോഴും നല്ല പ്രസൻ്റായിട്ട് കൊണ്ട് നടക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പോവുകയാണ്, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. പിന്നെ വലിയൊരു ഇയറിങ് ഇടുന്നുണ്ട്. ഇത് ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഇവിടുന്ന് സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. സ്ട്രീറ്റിൽ നിന്നൊന്നും പറയാനില്ല, പോണ വഴിക്കുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് പെർഫ്യൂം യൂസ് ചെയ്യാണ്. അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി പോവാം. ഹലോ ഗായ്സ് ആൻഡ് ബൈ ഗായ്സ്. ഞാൻ പോവുകയാണ് ഇങ്ങോട്ട് ഓഫീസിലോട്ട്. അപ്പോൾ 9 to 6 ആണ് ഞങ്ങളെ വർക്ക് ടൈം വരുന്നത്. ഒരു 6:30 ഒക്കെ ആകുമ്പോഴാണ് കയ്യിൽ. ബിക്കോസ് ടാർഗറ്റ് ബേസ്ഡ് ആയതുകൊണ്ട് നമുക്കൊരു ടാർഗറ്റ് ബുക്കിംഗ് ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, അതിൻ്റെ അടുത്തെത്തണം കേട്ടോ ബുക്കിങ്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ പോവാം. അപ്പോൾ ഞാൻ ഇങ്ങനെ വേണം കേട്ടോ പോവാൻ, ബിക്കോസ് എൻ്റെ കയ്യിൽ ബാഗില്ല. ഞാൻ ഇത്ര കാലം ഈ വക സാധനങ്ങൾ ഇട്ടിരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബാഗിലാണ്. ഓളപ്പോൾ നാട്ടിൽ പോയിക്കാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ബാഗില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ വേണം പോവാൻ. ദൂരം കുറച്ചുള്ളൂ, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓഫീസിലെത്തും കേട്ടോ. അതിൻ്റെ അടുത്ത്, ഓഫീസിൻ്റെ അടുത്താണ് ഞങ്ങളുടെ PG വരുന്നത്. പിന്നെന്താ വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ 1 month ആയി. പക്ഷെ എനിക്ക് ആ 1 month പോലെയല്ല തോന്നിയിരിക്കണേ, 1 year പോലെയാണ് തോന്നിയിരിക്കണത്. കുറേ കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ നടന്നു. എനിക്ക് ശരിക്കും 1 year പോലെ തോന്നുന്നൊരു
1 മന്തായിട്ടൊന്നും തോന്നണില്ല. പിന്നെ വീട്ടിലേക്കും പോയിട്ടില്ല. വീട്ടിലേക്ക് എന്താ പോവുകയെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കണില്ല. കാരണം ചിന്തിച്ചാൽ ടെൻഷനാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറേ ഇല്ല. എപ്പോഴാണ് ചാൻസ് കിട്ടണം അപ്പോൾ പോവും. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഓഫീസിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ റൂമിലുണ്ടായിരുന്ന റൂംമേറ്റ് ത്രിബിൾ റൂമൊക്കെ പോയിട്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ റൂമിൽ ഒറ്റക്കാണ്. അങ്ങനെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഒരുങ്ങി കഴിഞ്ഞു. ഇനി നമ്മൾ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ പാട്ടി രാവിലെ ഡെയിലി എണീച്ചിട്ട് രംഗോലി ഇട്ടോ, മുന്നിലും പിന്നെ പുറത്തും. ചില ദിവസങ്ങൾ രാവിലെ എണീച്ച് ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോൾ ഫുഡ് ആയിട്ടുണ്ടാവില്ല. 37 അവിടെ ഇരുന്നെങ്ങാണ്ട് രംഗോലി ഇടാക്കരം. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടീനോട് പറഞ്ഞു ഈ വരുമ്പോൾ ഒന്ന് ബിസ്ക്കറ്റ് ഉണ്ടോ, ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ലാന്ന്. അപ്പോൾ ഓൾക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഗോപാലേട്ടൻ്റെ ചായക്കട അല്ല ഗോപാലൻ എൻ്റർപ്രൈസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടോ, ഞാൻ ഇപ്പോൾ ബയോമെട്രിക് ചെയ്യാണ്. അപ്പോൾ ഇതിൽ പ്രശ്നം ഉണ്ടായത് എന്താ വെച്ചാൽ ഞാൻ മുടി അയച്ചിട്ടിട്ടാണ് എൻ്റെ ഫോട്ടോ ഇതിൽ സേവ് ആക്കിയത്. അതുകൊണ്ട് ഞാൻ എപ്പോൾ മുടി കെട്ടിപ്പോയാലും അത് അയക്കേണ്ടി വരികയാണ്. കാരണം ഇന്നെ റെക്കഗ്നൈസ് ചെയ്യണില്ല ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുന്നു കേട്ടോ. ബ്രേക്ക് എടുത്തിട്ട് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ട്. നമുക്ക് 2 ടീ ബ്രേക്ക് പിന്നെ ഒരു ലഞ്ച് ബ്രേക്കാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഓഫീസിൻ്റെ ഉള്ളിലോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി ഉള്ളത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ കൊണ്ടുപോയി അടി കിട്ടും. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാറില്ല കേട്ടോ. അപ്പോൾ ലഞ്ച് എന്ന് പറയണത് ഞാൻ PG മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ലഞ്ച് ബോക്സിലിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അതേ സെയിം സാധനമായിരുന്നു കേട്ടോ. അന്നാണെങ്കിൽ ഇതിന് കറി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചക്ക് ഇങ്ങനെ തിന്നുകയാണ്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ചിക്കൻ കറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണാതെ ഞാൻ ഓഫീസിലേക്ക് ഫോൺ കൊണ്ടുപോയിട്ടുള്ള കാര്യമാണ്. കാരണം അന്ന് മാനേജർ വന്നിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു ചെറിയ സീൻ എടുത്തതാണ്. ഞാൻ ആ ചെവിമ സാധനമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ BPO വർക്ക് ചെയ്യൽ. പിന്നെ നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും രാവിലെ ഇട്ട് പോയുള്ള ഡ്രസ്സല്ലല്ലോ ഇപ്പോൾ എന്ന്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്നത്തെ ആ ദിവസം ഞാൻ ജോലി കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കുകയാണെന്ന് വീഡിയോ എടുക്കാന്നുള്ള കാര്യം മറന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യണത്. എന്നും 6 o'clock എൻ്റെ വർക്ക് കഴിയുക. പക്ഷേ ഇന്ന് 5 o'clock കഴിഞ്ഞു കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് 8 to 5 ആയിരുന്നു ഷിഫ്റ്റ്. അതുകൊണ്ട് പോരാത്തതിന് ഇന്ന് ടാർഗറ്റ് വേഗം കഴിഞ്ഞുകൊണ്ട് 5 തന്നെ വിട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ 6 വരെയാണെന്നുണ്ടെങ്കിൽ 6 വിടൂല, 7 ആവാതെ വിടലില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ തിരിച്ച് PGയിലേക്ക് എത്തിയത് നല്ല സന്തോഷമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിയത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് വേഗം കഴിഞ്ഞല്ലോ. 5 മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ്. ഞാനിനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നല്ലോ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. പിന്നെ ഉണ്ടായത് എന്താ വെച്ചാൽ PGയിൽ ഞാൻ റൂം മാറിയിട്ടോ. ഞാൻ റൂം മാറിയതല്ല, എന്നോട് റൂം മാറാൻ പറഞ്ഞതാണ്. കാരണം ഞാൻ 2nd ഫ്ലോറിലായിരുന്നു. അവിടെ 2 പുതിയ കുട്ടികളുടെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ എന്നോട് മേലത്തെ റൂമിലേക്ക് മാറാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നു രാവിലെ ഇട്ട് പോയിരുന്ന ഡ്രസ്സ് ഇതല്ലേനു. പിന്നെ ഈ ഡ്രസ്സ് ആയത് എങ്ങനെ വെച്ചാൽ ഇത് 2nd ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേൻ്റെ പകുതി വെച്ച് ഞാൻ വീഡിയോ എടുക്കാനെന്നുള്ള കാര്യം മറന്നുപോയി. അപ്പം ഒന്ന് പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ചു. എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ വന്നപ്പോൾ എന്നോട് PG റൂം മാറാൻ പറഞ്ഞു. ബിക്കോസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി വേറെ റൂമിലേക്ക് മാറി. അപ്പോൾ പിന്നെ ഞാൻ വേറെ റൂമിലേക്ക് വന്നു. ഈ റൂം മറ്റേ റൂമിനേക്കാൾ സൗകര്യം ഉണ്ട് കേട്ടോ. അതാണ്. പിന്നെ സാധാരണ 9 to 6 ആയിരുന്നു ഷിഫ്റ്റ് ഉണ്ടായിരുന്നത്. ഇന്ന് 8 to 5 ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് 5 തന്നെ കഴിഞ്ഞു വേഗം. സാധാരണ നമ്മുടെ 5 ആണ് ഷിഫ്റ്റെങ്കിലും 6 വിടുള്ളൂ ടാർഗറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ. ഇന്ന് 30 എന്ന് ടാർഗറ്റ് ഉണ്ടായിരുന്നത്. എൻ്റെ 27 എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പോട്ടെ ചോദിച്ചപ്പോൾ എന്നോട് പൊക്കോ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാണ്. അങ്ങനെ എന്തായാലും പോയി ഉള്ളുള്ളു കുളിക്കട്ടെ. അങ്ങനെ ഉള്ളുള്ളൊക്കെ കുളിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു പരിപാടി ഉണ്ട് കേട്ടോ. വലിയ പരിപാടിയൊന്നും അല്ല. ഇന്നലെ ഡ്രസ്സ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിരുന്നു. അപ്പോൾ അതൊന്ന് തോരിയിടാനുണ്ട്. അല്ല, തോരിയിട്ടത് എടുക്കാനുണ്ട്. ഇന്നലെയാണ് തോരിയിട്ടത്. അപ്പോൾ ഇന്നാണ് തോരിയിട്ടത് എടുക്കാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി മേലെ പോകണം. എനിക്ക് മേലെ പോകണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ വ്യൂ നല്ല രസമുള്ള വ്യൂ ആണ്. ഈ അയലല്ല കേട്ടോ വ്യൂ. ഞാൻ കാണിച്ചത് എന്താണ് വ്യൂ എന്ന്. ഈ വീഡിയോയിൽ കാണുന്നേക്കാളും രസം അവിടെ ഉണ്ട് കേട്ടോ. വീഡിയോ എടുത്തപ്പോൾ ഒന്നും കൂടി ലൈറ്റ് വന്നു. മേലെ നല്ല ഇരുട്ടാക്കിയപ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഇതെല്ലാം മടക്കി വെക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടത്. അതായത് ഡ്രസ്സ് മടക്കി വെക്കുക, സാധനങ്ങൾ അടുക്കി പെറുക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ
ഇത് കഴിഞ്ഞിട്ട് പരിപാടി എന്താ വെച്ചാൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഇപ്പോൾ വർക്കിൽ ആയിട്ട് എനിക്ക് ഒന്നിനുമേ ടൈം കിട്ടണില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലേറ്റ് ആയത്. ഹെയർ പ്യൂർ റോസ്മേരി വാട്ടർ സ്പ്രേ ഞാൻ എനിക്ക് വേണ്ടി എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയണേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരണ്ട്. Bye bye.